വിശപ്പും ദാഹവും ഒരു മനുഷ്യനെ എങ്ങനെയാണ് ദൈവത്തോട് അടുപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേവലം ഭക്ഷണം ഉപേക്ഷിക്കലല്ല, മറിച്ച് തൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ കഥയാണിത്. ഹിജ്റ 2-ാം വർഷം മദീനയിലെ ചൂടുള്ള കാറ്റിൽ ഈന്തപ്പനയോലകൾ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ഷാബാൻ മാസം. അന്ന് മുസ്ലിങ്ങൾക്ക് ഇന്നത്തെ പോലെ റംസാൻ നോമ്പ് നിർബന്ധമായിരുന്നില്ല. എങ്കിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികൾക്ക് ആത്മീയമായ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് ആ ചരിത്രപരമായ സന്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം വഴി ഭൂമിയിലേക്ക് എത്തുന്നത്. ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു: സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് എപ്രകാരമാണോ വ്രതം നിർബന്ധമാക്കിയത്, അതുപോലെ നിങ്ങൾക്കും ഇത് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ ഭക്തിയുള്ളവരാകാൻ വേണ്ടി. ഈ സന്ദേശം കേട്ടപ്പോൾ മദീനയിലെ വിശ്വാസികൾ അത്ഭുതപ്പെട്ടു. കഠിനമായ ചൂടിലും മണലാരണ്യത്തിലെ ദാഹത്തിലും അവർക്കിത് വലിയൊരു പരീക്ഷണമായിരുന്നു. പക്ഷേ ആ കൽപ്പന വന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയായിരുന്നു: തഖ്വ അഥവാ അച്ചടക്കമുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കും. അതേ റമദാൻ മാസത്തിലാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ പോരാട്ടമായ ബദർ യുദ്ധവും നടക്കുന്നത്. ഒരു വശത്ത് കഠിനമായ നോമ്പ്, മറുവശത്ത് അതിശക്തമായ യുദ്ധം. വിശപ്പും ദാഹവും അനുഭവിക്കുമ്പോഴും അവർക്ക് ലഭിച്ച ആത്മീയ ഊർജം അവരെ വിജയത്തിലേക്ക് നയിച്ചു. വിശപ്പറിയുന്നവൻ മാത്രമേ പാവപ്പെട്ടവൻ്റെ വേദന അറിയുകയുള്ളൂ എന്ന വലിയ പാഠം അന്ന് മദീനയുടെ മണ്ണിൽ നിന്ന് ലോകം പഠിച്ചു. ഖുർആൻ ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ട ആ പുണ്യമാസത്തെ ആദരിക്കാൻ അന്ന് തുടങ്ങിയ ആ വലിയ നോമ്പ് യാത്ര ഇന്നും കോടിക്കണക്കിന് മനുഷ്യർ ആവേശത്തോടെ തുടരുന്നു.